ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിവരം ഇന്ത്യ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുമ്പ് മൊസാദ് ഇത് അറിഞ്ഞിരുന്നു. അങ്ങനെയാണ്. കാരണം ഞാനിപ്പോൾ ഇന്ത്യൻ ആർമി ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈന്യം ഒഫീഷ്യലി ഇങ്ങനൊരു ആക്രമണം നടത്തിയെന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്ന 1:51 ഇന്ന് പുലർച്ചെ 1:51. എന്നാൽ മൊസാദിൻ്റെ സൈറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു, മിസൈൽ ആക്രമണം നടത്തിയെന്ന് 1:44 വന്നിട്ടുണ്ട്. 7 മിനിറ്റ് മുമ്പ്. 7 മിനിറ്റ് മുമ്പ്. അപ്പോൾ ഇന്ത്യ പറയുന്നതിനേക്കാൾ മുമ്പ് മൊസാദ് കാര്യം അറിഞ്ഞ് ലോകത്തോട് പറഞ്ഞു. അപ്പോൾ അത് മൊസാദിൻ്റെ ഒരു വേഗതയാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പാകിസ്ഥാനിലെ ടെലിവിഷൻ PTV അടക്കമുള്ള ടെലിവിഷനുകൾ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ 25ഓളം മൊസാദിൻ്റെ ഏജൻറ്റുമാർ വന്നിട്ടുണ്ട്. അവർ കാശ്മീർ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ ആർമിയുടെ കൂടെ, ഇന്ത്യൻ റോയുടെ കൂടെ, നമ്മുടെ സൈന്യത്തിൻ്റെ കൂടെ പണിയെടുക്കുന്നു. അവർ ഇന്ത്യക്ക് കുറേ സഹായങ്ങൾ ചെയ്യാൻ മൊസാദ് വന്നിരിക്കുന്നു എന്ന് ഇവർ വാർത്ത ചെയ്തു, പാകിസ്ഥാൻ ആർമി, പാകിസ്ഥാൻ ടെലിവിഷൻ. അതുകൂടാതെ ഇന്ത്യക്ക് വലിയ ഗ്ലോബ് മാസ്റ്റർ C-17 എന്തൊക്കെയോ മിസൈലുകളൊക്കെ കൊടുത്തു എന്നും പാകിസ്ഥാൻ ടെലിവിഷൻ പറഞ്ഞിരുന്നു. ഇത് രണ്ടും വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഇന്ത്യയുടെ കൂടെ മൊസാദ് ഇല്ലെങ്കിൽ എങ്ങനെ ഇത്ര കൃത്യമായി വിവരങ്ങൾ അറിയാമെന്ന് ആളുകൾ സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും ഞാനൊരു പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ ഡിഫൻസ് സൈറ്റുകളൊക്കെ നോക്കി വരുമ്പോഴാണ് ഈ കാര്യം കാണുന്നത്. അപ്പോൾ അതൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ വിക്രം സിംഗ് മിശ്രയുടെ പത്രസമ്മേളനം കാണുകയായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അഭിമാനകരമായൊരു കാര്യം, കാരണം ഇതിന് പേരിട്ടിരിക്കുന്നതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. കാരണം ഇന്ത്യയിലെ 25ഓളം സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം, വിവാഹം കഴിഞ്ഞിട്ട് 6 ദിവസം മാത്രമായ നമ്മുടെ വ്യോമസേനയിലെ സൈനികൻ്റെ ഉൾപ്പെടെ ഭാര്യമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ, മതം നോക്കി ആളുകളെ കൊലപ്പെടുത്തിയ അതിനിഷ്ഠൂരമായ ഈ ഭീകരാക്രമണം. മതം നോക്കി ആളുകളെ കൊല്ലുന്നത് ആദ്യമൊന്നുമല്ല. കാശ്മീരിലുമൊക്കെ ഇതിനു മുമ്പ് കാശ്മീരി പണ്ഡിറ്റുകളെയൊക്കെ കൊന്നിട്ടുള്ളത് മതം നോക്കി തന്നെയാണ്. അപ്പോൾ മതം നോക്കി നടത്തിയ പച്ചയായ ഈ മതക്കൊലപാതകത്തിൽ നമ്മൾ തിരിച്ചടി കൊടുക്കുമ്പോൾ സീമന്തരേഖയിലെ സിന്ദൂരം നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ നാരീശക്തി വിളംബരം ചെയ്യുന്ന ഒരു പേരിട്ടു എന്ന് മാത്രമല്ല, ഈ സൈനിക ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ വിവരിക്കാൻ, ബ്രീഫ് ചെയ്യാൻ നമ്മൾ 2 സേനാ ഉദ്യോഗസ്ഥകളെ, നമ്മുടെ അഭിമാനമായ 2 നാരീശക്തിയെയാണ് ഉപയോഗിച്ചത്. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഈ കേണൽ സോഫിയ ഖുറേഷിയാണ് ഈ ഓപ്പറേഷൻ നയിച്ചതെന്നും പറയപ്പെടുന്നു. ഏതായാലും ചരിത്രത്തിലാദ്യമായി ഇപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനിലാവട്ടെ ബംഗ്ലാദേശിലാവട്ടെ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ വനിതകളെ എങ്ങനെ കാണുമെന്ന് അറിയാമല്ലോ. ഇപ്പോൾ സ്ത്രീകളുടെ കണ്ണീര് വീണ ഇതിനുള്ള പ്രതികാരത്തിന് സിന്ദൂരമെന്ന് പേരിട്ട് അതിൻ്റെ ചുമതല വനിതകൾക്ക് കൈമാറി ആ ഓപ്പറേഷൻ നടത്തിയതിൻ്റെ വിവരം ലോകത്തോട് പറയാൻ 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ നാരീശക്തിയുടെ കരുത്തു വിളിച്ചു പറയുകയാണ് ഇന്ത്യ. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാരീശക്തിയെക്കുറിച്ച് അഭിമാനത്തോടെ പറയും. നമ്മൾ ഭാരതം മുന്നോട്ട് വെക്കുന്ന മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഒരു പൂർത്തീകരണം കൂടിയായിട്ട് മാറി ഇന്നത്തെ ഈ പത്രസമ്മേളനവും വാർത്താ സമ്മേളനവും ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണവും എന്ന് നമുക്ക് പറയാതെ വയ്യ. അപ്പോൾ ഏതായാലും ഈ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും പറഞ്ഞത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഏതെല്ലാം ക്യാമ്പുകളിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. 9 കേന്ദ്രങ്ങളിലാണെങ്കിലും 9 കേന്ദ്രങ്ങളിൽ പല ക്യാമ്പുകളുണ്ടായിരുന്നു, ഇവരുടെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ. നമ്മൾ അതിൻ്റെ പേരെല്ലാം നമ്മൾ പറഞ്ഞു. ബിലാൽ ക്യാമ്പ്, സർജൽ, മെഹ്മൂന, ഭഗവൽപൂർ, കോട്ട്ലി, മുസാഫർബാദ്, സിയാൽകോട്ട്, മൂർദിഗെ, ഗുൽപൂർ, ഭിംബോർ, ചാർക്കമ്രു തുടങ്ങിയ ക്യാമ്പുകളിലേക്ക് ആക്രമണം നടന്നു എന്നുള്ളത് ഈ പത്രസമ്മേളനത്തിന് മുമ്പ് ഷൂട്ട് ചെയ്ത നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ വിവരം ചില ഡിഫൻസ് സൈറ്റുകളിൽ വന്ന് നമുക്ക് ചോർന്ന് കിട്ടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ ചില ഡിഫൻസ് സൈറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ പറയാൻ പറ്റിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ 2 കേന്ദ്രങ്ങൾ ഒഴികെ മിക്കവാറും 9 കേന്ദ്രങ്ങളിൽ 7 കേന്ദ്രങ്ങളും POK-യിലാണ്. 2 എണ്ണമാണ് പ്രധാനമായും വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും പറഞ്ഞതിൽ എനിക്ക് ശ്രദ്ധേയമായി തോന്നി. ഒന്ന് സിയാൽകോട്ട്, അവിടെ സർജാൽ എന്ന് പറയുന്ന തീവ്രവാദ പരിശീലന ക്യാമ്പ്. 2 മുർദിഗയിലെ ഒരു ക്യാമ്പ്. ഈ 2 ക്യാമ്പും പാകിസ്ഥാനിലാണ്. അപ്പോൾ POK-യിൽ മാത്രമല്ല, നമ്മുടേതാണെന്ന് നമുക്ക് ബോധ്യമുള്ള, നമ്മൾ നിയമസഭയിൽ സീറ്റുകൾ വരെ മാറ്റി വെച്ചിരിക്കുന്ന
ഇപ്പോൾ സിംല കരാർ ഇല്ലാത്തതിനാൽ LOC മാനിക്കേണ്ടതില്ലാത്ത പാക് അധിനിവേശ കാശ്മീർ അല്ലാത്ത പാകിസ്ഥാനിൽ തന്നെ കടന്ന് നമ്മൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് ഈ സിയാൽകോട്ടിലും മുരിദ്കയിലാണ്. ഈ മുരിദ്കയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയണം. മുരിദ്കെ എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിലെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളുടെ ഒരു തലസ്ഥാനമായിട്ട് പറയാം. അതായത് നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ തേടുന്ന ഒരാൾ ഹാഫിസ് സയ്യിദാണ്. മുംബൈ ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്ത ആൾ ഹാഫിസ് സയ്യിദ് ഈ മുരിദ്കയിലുള്ള തീവ്രവാദ പരിശീലന ക്യാമ്പിൽ പരിശീലനം കിട്ടിയ ആളായിരുന്നു അജ്മൽ കസം. 166 പേരെ 2008 മുംബൈ ഭീകരാക്രമണത്തിൽ കൊലപ്പെടുത്തിയ 10 പേരിൽ ഒരുവനായ അജ്മൽ കസബിന് പരിശീലനം കൊടുത്ത് മുരിദ്കെ ക്യാമ്പിലാണ്. മറ്റൊന്ന് ഹെഡ്ലി ദാവൂദ് ഗിലാനി എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിലുള്ള റാണയുടെ ഏറ്റവും അടുത്ത സഹായി ഹെഡ്ലിക്ക് പരിശീലനം കിട്ടിയതും ഈ മുരിദ്കെ ക്യാമ്പിലാണ്. ഈ മുരിദ്കെ ക്യാമ്പ് എന്ന് പറയുന്നത് എൻ്റെ കഥ നമ്മൾ അതിലേക്ക് വരാം. അപ്പോൾ ഈ ഹാഫിസ് സയ്യിദിന് ജമാഅത്ത് ഉദ്വ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഈ ജമാഅത്ത് ഉദ്വയാണ് ശരിക്കും പകൽഹാം TRFിൻ്റെ പേര് വലിച്ച് TRFിൻ്റെ വേറൊരു രൂപമാണ്. അവരെ അതിലേക്ക് വലിച്ചഴിച്ച് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ജമാഅത്ത് ഉദ്വയാണ്. ജമാഅത്ത് ഉവ ഇത് ഈ മുരിദ്കെ എന്ന് പറഞ്ഞ ലാഹോറിൽ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് 40 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമാണ്. ഈ ലാഹോറിൽ നിന്ന് 40 കിലോമീറ്ററുള്ള ഈ മുരിദ്കയുടെ ഒരു പ്രത്യേകത, അവിടെ ഒരു മുസ്ലിം മോസ്ക് ഉണ്ട്. തയ്യബ പള്ളി എന്നാണ് പറയുന്നത്, തയ്യബ മോസ്ക്. ഈ തയ്യബ മോസ്ക് കുപ്രസിദ്ധമാണ്. കുപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ അത് ഹാഫിസ് സയ്യിദിൻ്റെ മോസ്കാണ്. അവിടെയാണ് ഹാഫിസ് സയ്യിദ്, ഓർക്കുന്നില്ലേ, തടിയനായ താടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരാൾ. ഇയാൾ നിരന്തരം വന്നിട്ട് ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുകയും ഇന്ത്യക്കാരെ കശാപ്പിക്കുകയും ഹിന്ദുക്കളെ കൊന്നുകളയും ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നൊക്കെ, കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, ഇന്ത്യയിൽ നിരന്തരം സ്ഫോടനങ്ങൾ നടത്തണം, ഇന്ത്യക്കാരെ കൊന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഇന്ത്യ വിരുദ്ധമായ, ഹിന്ദുസ്ഥാൻ വിരുദ്ധമായ, ഹിന്ദു വിരുദ്ധമായ പ്രസംഗങ്ങൾ ഹാഫിസ് സയ്യിദ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തൈബ പള്ളിയിലാണ്. ഒരു 200 ഏക്കറിലാണ് ഈ തൈബ പള്ളിയും അതിനോട് ചേർന്നിട്ടുള്ള ഈ തീവ്രവാദ പരിശീലന കേന്ദ്രമുള്ള. അവിടെ നമ്മൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഇപ്പോൾ സമ്മതിക്കുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ പറയുന്നത് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോസ്കോളിൽ സമാധാനമാണല്ലോ പ്രചരിപ്പിക്കേണ്ടത്. പക്ഷേ തൈബ പള്ളിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനമല്ല, ഹിന്ദുക്കളെ കൊല്ലണം, ഇന്ത്യക്കാരെ കൊല്ലണം എന്ന് നിരന്തരമായി അവിടെ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാഫിസ് സയ്യിദിൻ്റെ പള്ളിയാണ്. അതിനെ മോസ്ക് എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഇന്ത്യയിലെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ അതിനെ മോസ്ക് എന്ന് വിളിക്കുമോ എന്നറിയില്ല. കാരണം നമ്മുടെ രാജ്യത്തുള്ള ഇവിടുത്തെ ഇസ്ലാമിക വിശ്വാസികളും ഇന്ത്യക്കാർ തന്നെ അവരുടെ കണ്ണിൽ അവരെല്ലാം ഇന്ത്യക്കാരെ മുഴുവൻ വരെ കൊല്ലണമെന്ന് നിരന്തരം പ്രബോധനം നടത്തുന്ന ഈ പള്ളി ഇരിക്കുന്ന മുരിദ്കയിൽ നമ്മൾ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പള്ളിക്ക് എന്ത് പറ്റി, മോസ്കിന് നാശനഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ചിലപ്പം സ്ഫോടനമല്ലേ, ബോംബിനും ഉണ്ടോ പള്ളിയും പള്ളിക്കൂടവും അമ്പലവും, ചിലപ്പോൾ അതും പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ വളരെ പ്രിസിഷൻ അറ്റാക്ക് മാത്രമാണെന്ന് പറയുന്നുണ്ട്. തീവ്രവാദ ക്യാമ്പുകൾ തന്നെയായിരിക്കാം, അവിടെ തന്നെയായിരിക്കാം നമ്മുടെ മിസൈൽ വീണത്. പക്ഷെ മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയാൽ എന്തും സംഭവിക്കാം. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭഗവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്ന് പറയുന്നു. അവിടെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള തലങ്ങളിലൊന്നായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഭഗവൽപൂരിൽ ഒരു കോമ്പാറ്റ് സിമുലേഷൻ സെൻറ്റർ അസിം മുനീർ പാക് കരസേനാ മേധാവി ഉദ്ഘാടനം ചെയ്ത കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ആ അസിം മുനീർ ഭഗവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിനോട് ചേർന്ന് ഈ കോമ്പാറ്റ് സിമുലേഷൻ സെൻറ്റർ ആരംഭിച്ചത് ഇന്ത്യക്കെതിരെ മാത്രമല്ല, ഇന്ത്യക്കെതിരെയാണ്. അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ഇരിക്കുമ്പോൾ അവർക്കൊരു സംരക്ഷണം കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മിലിറ്ററിയുടെ ഒരു സന്നാഹം അവിടെ ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ഫെബ്രുവരി 10 ഇവിടെ ഭഗവൽകോട്ടിൽ ഈ ഖാലിദ് ഖദോമി വന്നിരുന്നു, ഹമാസിൻ്റെ വക്താവ്. അയാൾ വന്നതും ഈ ഭഗവൽപൂരിലാണ്. ഭഗവൽപൂരിൽ വന്നിട്ട് അൽ അക്സ ഫ്ലഡിനെ കുറിച്ച് പറയുകയും ഇന്ത്യയെ കീഴടക്കണം, ഇന്ത്യക്ക് കാശ്മീർ പാകിസ്ഥാൻ്റെ ആവണം, കാശ്മീരിന് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ ഹമാസ് വന്ന് പ്രസംഗിച്ച്, ഹമാസിൻ്റെ തലവൻ വന്ന് പ്രസംഗിച്ചിട്ട് പോയത് ഭഗവൽപൂരിലാണ്. ഭഗവൽപൂരിലെ ഈ കേന്ദ്രവും നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച്
ഈ തീവ്രവാദികളെ ഇങ്ങനെ നഴ്സറി പോലെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും അഭിമാനമാണ് നമുക്ക്. കാരണം ഇത് നയിച്ചത് വനിതകളാണ്, അതിനെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞത് വനിതകളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ തീരുമാനം നമ്മൾ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനം ഏതാണ്ട് രാത്രി 11 മണിയോടുകൂടി പ്രധാനമന്ത്രിയെ ബ്രീഫ് ചെയ്തു. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടെ ലോക് കല്യാൺ മാർഗിലുള്ള ഓഫീസിൽ 12 മണിയോടെ എത്തിച്ചേർന്നു. അതിനുശേഷം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA അജിത് ഡോവൽ കാര്യങ്ങൾ ബ്രീഫ് ചെയ്തു. അവരുടെ മുന്നിൽ വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ സൈനിക നീക്കങ്ങളും ലൈവായി അപ്പോൾ തന്നെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കാണുന്നുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ നായകർ ഉറക്കമിളച്ചിരുന്ന് ഇന്നലെ ഈ ആക്രമണം കണ്ടിരുന്നു. ഇന്ത്യൻ സ്ത്രീകളുടെ, ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളികളെ ഏതറ്റം വരെ ചെന്നും മോദി പറഞ്ഞിരുന്നു. ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയാലും പഹൽഗാം കൂട്ടക്കൊല നടത്തിയ അതിൻ്റെ ഉത്തരവാദികളെ മാത്രമല്ല, അതിനായി ആളുകളെ പറഞ്ഞു വിട്ടവരെയും ശിക്ഷിച്ചിരിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യുമെന്ന് നോക്കിയിരിക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു ഘട്ടം മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഭാഗം റെഡിയാണ്. 2ാം ഭാഗം എങ്ങനെ വേണമെന്ന് പാകിസ്ഥാന് തീരുമാനിക്കാം. പാകിസ്ഥാൻ തീരുമാനിക്കും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഭാഗം എങ്ങനെയായിരിക്കുമെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.